അപ്പം എൻ്റെ പേരുള്ള കസ്റ്റമർ കേട്ടോ. ഓ മലയാളിയായിരുന്നു. പുതിയൊരു സൊമാറ്റോ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാഗ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാഗെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്, റെഡിയാക്കി വെച്ച്. ഇപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് എന്ന് പറയണത് പുട്ടുണ്ട്, പഴമുണ്ട്, ചായയുണ്ട് കേട്ടോ. ഗൈസ് അപ്പോൾ കഴിക്കാൻ പോവുകയാണ്. പഴം മുഴുവൻ പഴം. ഏകദേശം 11:03 ഫസ്റ്റ് ഓവർ അടിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഓവർ അടിച്ച് സുപ്രീം ബേക്കറിയാണ്. നേരെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര തിരക്ക് കേട്ടാ. അയ്യോ, ഇവിടുന്ന് റൈറ്റാണ് കയറാനുള്ളത്. ഭയങ്കര തിരക്ക്. രാവിലെ വന്നപ്പോഴേ തിരക്ക്. നമ്മൾ ഇന്നാള് കണ്ട ഹൈലക്സ് ഇതോടക്കും സൂപ്പർ വണ്ടിയാണോ സാധനം. വീട്ടിലെ സാധനം, വീട്ടിലെ സാധനം. അതിന്റെ അകത്തൂടെ റേഞ്ച് റോവർ. സുപ്രീം ബേക്കറിയിൽ ഫുഡ് റെഡി വന്നില്ല. പക്ഷെ സൊമാറ്റോയിൽ നിന്ന് ഇഷ്ടംപോലെ കോള് പറഞ്ഞു കേട്ടോ. അങ്ങനെയാണ്, ഇങ്ങനെയാണ്, മറ്റാണ്, മറിച്ചാണ്, ഇത് ഓരോ ഡിലേ എന്ന് പറഞ്ഞോണ്ട് ഫുഡ് ഇതുവരെ റെഡി ആയിട്ടില്ല. വെള്ളം കുടിക്കാൻ വേണ്ടി അവിടെ നിർത്തിയതാണ്. ഉടനെ ഡിലേ റെഡി വന്നിട്ടില്ല ഇതുവരെ. ഫുഡ് റെഡി ആയിട്ടുണ്ട്. ബൈ. ഓ മലയാളിയായിരുന്നു. അപ്പോൾ ഞാൻ ഹിന്ദിക്കാരെന്ന് പറഞ്ഞുകൊണ്ട് എന്നെ വിളിച്ചേട്ടാ, മലയാളിയായിരുന്നു. അപ്പൊ ഫിഷ് കറി, മീൽസും കപ്പ വേവിച്ചു തോന്നേട്ടോ. ഇന്നലെ കണ്ട ഹൈലക്സ് നടക്കും. അവിടെ ഒരെണ്ണം കിടക്കുന്ന കേട്ടോ. കുറവാണ് ജംഗ്ഷനില്ലേ ഒരെണ്ണം കിടക്കുന്നത്. അത് ഹൈലക്സ് ആണ്. മെയിനായിട്ട് ഈ വളവിൽ ഈ വണ്ടി കൊണ്ടുവരുന്ന പ്രശ്നം ഭയങ്കര ഡേഞ്ചർ ആണെന്ന്. ഭയങ്കര ഡേഞ്ചർ. അവിടെ ഒരു വണ്ടി ഇടിച്ചടക്കുന്നു. നമ്മളെ വെള്ളയമ്പലം ഇല്ലേ, വെള്ളയമ്പലത്തെ ഒരു ഇക്കോ ഇതുപോലെ ഫ്രണ്ട് ഇടിച്ച് ഞാൻ ഈ ഇട്ടേക്ക്. ഗൈസ് പുതിയ ഗ്ലൗസ് ഒക്കെ വാങ്ങിച്ചേട്ടാ. കാരണം അല്ലേ, നിങ്ങൾ പറഞ്ഞ ശരി തന്നെ. നമ്മളെ സബ്സ്ക്രൈബർ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെയിലടിച്ച് കൈയെല്ലാം കറക്കും. സംഭവം ഉള്ളത് തന്നെ. ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു കേട്ടോ. പിന്നെ ആയപ്പോൾ കൈ പൊരിഞ്ഞ് ഒരുമാതിരി കറുത്തൊരുമാതിരിയായി തൊലിയൊക്കെ. ഞാനും വിചാരിച്ചു ഒരെണ്ണം വാങ്ങിക്കായിരുന്നു. അത് മാത്രമല്ല, ഫുൾ ടൈം നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ ഗ്ലൗസ് ഇല്ലെന്നുണ്ടെങ്കിൽ കൈ ഭയങ്കര വേദനയാണ്. കുറച്ച് കഴിയുമ്പോൾ കൈ അടരും. എന്നാൽ ഒരു ദിവസം ഞാൻ ഫുൾ ടൈം ഇതുപോലെ ഓടിയിട്ട് പിന്നെ ഏകദേശം വെളുപ്പാങ്കാലം വരെ ഓടി. അപ്പോഴത്തേക്ക് കൈയൊക്കെ വരുമ്പോൾ ഭയങ്കര വേദനയായിരുന്നു. കൈ അടന്നു, പൊള്ളിന്ന് പറഞ്ഞാൽ തൊലിയിൽ അവിടെ ബബിൾ പോലെയായി. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടാണ് പോകാനുള്ളത്. ഗൈസ് അപ്പോൾ ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഞാൻ ലൊക്കേഷൻ കാണിക്കണം കേട്ടോ. അയ്യോ, ഇനി 140 മീറ്റർ ഇനി പോകണം. ഗൈസ് ഫൈനലി ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. സുപ്രീം ബേക്കറിന്നോ? ശരി ഗൈസ്. അപ്പോൾ ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 26 രൂപ 51 പൈസ കിട്ടിയത്. നേരെ അങ്ങോട്ട് വച്ചു പിടിക്കാം കേട്ടോ. നമ്മളെ പട്ടത്തോട്ട് പോവാം. അവിടെ ഓർഡർ അടിക്കും. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹോട്ടൽ മൂൺ സിറ്റി ആണ് കേട്ടോ. നേരെ പോവാം. ഹോട്ടൽ മൂൺ സിറ്റിയാണ് ഓർഡർ അടിച്ചത്. അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. ഹോട്ടൽ മൂൺ സിറ്റിയാണ് ഓർഡർ അടിച്ചത്. ഇതെവിടെയാണെന്ന് അറിഞ്ഞൂടാ കേട്ടോ. പണ്ട് ഇതുപോലെ ഓർഡർ അടിച്ചിട്ടുണ്ട് മൂൺ സിറ്റിയിൽ. ഞാൻ മറന്നുപോയി. അതിനുശേഷം ഒന്നും അടിച്ചിട്ടില്ല. ഈ ഇടയ്ക്കൊന്നും അടിച്ചിട്ടില്ല.
നമുക്ക് ഇവിടുന്ന് യൂ ടേൺ എടുക്കേണ്ടി വരും ചിലപ്പോൾ. അത് തന്നെ യൂ ടേൺ എടുക്കണം. അതാണ് യൂ ടേൺ എടുത്തിട്ട് ഇവിടുന്ന് കയറി പോവാം. ഇതാണ് ഞാൻ എവിടെയെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പോയി. KSEBിൽ അങ്ങനെ പോയി. റെഡി ആണോ ചോദിച്ചാൽ ഓർഡർ ഗെറ്റിംഗ് പ്രിപ്പയർഡ് എന്നാണ് കാണിക്കുന്നത്. അതായത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. ഫുഡ് റെഡി ആയിട്ടുണ്ട്. 0992 പൊറോട്ടയും ഗ്രേവിയാണ് കേട്ടോ. കൊടുക്കാനുള്ള കേശവാസപുരമുണ്ട്. കേശവദാസപുരത്ത് എവിടെ നോക്കട്ടെ കൊടുക്കാനുള്ള. ലക്ഷ്മി നഗറിലാണ് കൊടുക്കാനുള്ളത്. 2.2 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാം കേട്ടോ. വണ്ടി മൊത്തം പൊടിയാ കേട്ടോ. രാവിലെ മെഡിക്കൽ കോളേജിന്റെ അവിടെ ഒരു ഓർഡർ കൊടുക്കാൻ വേണ്ടി പോയാ ഫുള്ള് പൊടി അടിച്ച് ഉണ്ടാകണം. ഹെൽമെറ്റിനകത്തൊക്കെ പൊടി. ഓർഡർ കുറവാണെന്ന് തോന്നണം കേട്ടോ. ചെറിയൊരു ഇതുണ്ട്, ഒരു ഇഴച്ചിലുണ്ട്. വലിയ കുഴപ്പമില്ല, ചെറിയൊരു ഇഴച്ചിലുണ്ട്. ലെഫ്റ്റ് സൈഡാണ് നമ്മളെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. എന്തിന്? അവരെ ഇഷ്ടക്കാരെ മാത്രം ജോലി കൊടുക്കും, അല്ലാത്തവരെല്ലാം വെളിയിൽ. യോഗ്യതയുള്ളവരെല്ലാം വെളിയിൽ. എന്റെ കാര്യമല്ല പറഞ്ഞ ഗായ്സ്. കാരണം എനിക്ക് അത്ര ഇതൊന്നുമില്ല. ഞാൻ ഡിപ്ലോമയാണ്, എനിക്ക് അതുമായിട്ട് ഒരു ബന്ധമില്ല. എങ്കിലും യോഗ്യതയുള്ള ഇഷ്ടം പോലെ ആൾക്കാർ വെളിയിലുണ്ട്. അവരൊന്നും പരിഗണിക്കാത്ത വളരെ മോശമാണ്. കുറച്ചു പേർക്ക് കിട്ടി, കുറേ പേര്, ഒരു 1/4 പേർക്ക് കിട്ടി, ഒരു 3/4 പേര് വെളിയിലാണ് ഇപ്പോഴും. നല്ല പഠിത്തമുള്ള ആൾക്കാർ. എനിക്ക് നമ്മളെ വീട്ടിനടുത്ത് തന്നെ നമ്മളെ പരിചയമുള്ള എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം. ഡിഗ്രിയും MAയും MCOM ഒക്കെ എല്ലാം പഠിച്ച ആൾക്കാർ. അപ്പൊ കൂലിപ്പണി എടുക്കും. കൂലിപ്പണി മോശമെന്നല്ല പറയണേ, കൂലിപ്പണി ഓക്കെയാണ്. എങ്കിലും അവര് ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതല്ലേ, ഇത്രയും വർഷം ഇത്രയും ഫീസും കൊടുത്ത് ഇത്രയും സമയം ചെലവഴിച്ച് പഠിച്ചതല്ലേ. അപ്പൊ അത് പരിഗണിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഫൈനലി നമ്മൾ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഒരു 150 മീറ്ററേ ഉള്ളൂ കേട്ടോ. ലക്ഷ്മി നഗർ നേരെയായിട്ട് പോകാനുള്ള. ഇവിടെ തന്നെ കേട്ടോ. ഇവിടെ നമ്പർ നോക്കിയില്ലല്ലോ, നോക്കിയിട്ട് പോവാല്ലേ. ഫൈനലി ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് കേട്ടോ. ശരി. ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇറക്കമായോണ്ടേ ഇറങ്ങി കൊടുക്കാൻ പറ്റൂല. വണ്ടി സ്റ്റാൻഡിട്ട് വെച്ചാൽ ശരിയാവില്ല, അങ്ങ് പോകും. ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 22 രൂപ 30 പൈസ കേട്ടോ കിട്ടിയത്. നേരെ വെച്ച് പിടിക്കാം. ഇനിയിപ്പോൾ അടുത്ത് എവിടെ നിന്ന് ഓർഡർ അടിക്കുമെന്നോ. ഗരം മസാലയിൽ കാണിക്കുന്നുണ്ട്, ചിലപ്പോൾ അവിടെ നിന്ന് ഓർഡർ അടിക്കും കേട്ടോ. എന്തായാലും നേരെ എങ്ങോട്ട് പോവാം. എങ്ങോട്ട് പോകണമെന്നാണ് ആലോചിക്കുന്നത്. ഇങ്ങോട്ട് പുറം കൊണ്ട് തൊട്ട് പോവാം. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. സാൽവാ ഡൈനാണ് കേട്ടോ. വെള്ള അമ്പലത്തെ സാൽവാ ഡൈനാണ്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഏകദേശം ഒരു 2.2 കിലോമീറ്റർ ഉണ്ട്. നേരെ വെച്ച് പിടിക്കാൻ കേട്ടോ. ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു സാൽവാ ഡൈനായിരിക്കും, അതായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ സംഭവം അതല്ല കേട്ടോ. നേരെ വെച്ച് പിടിക്കാം. എന്തായാലും കിട്ടിയ ഓർഡർ കളയണ്ട. ഓർഡർ അവസാനം പിന്നെ ഒന്നും കാണൂല. പിന്നെ സാൽവാൻ ഉണ്ടല്ലേ, സോറി ഗൈസ്. അപ്പൊ സാൽവാ ഡൈൻ അല്ലേ ഇവിടെ ഉള്ളത്, ഡീ പാരിസ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. വെള്ളയമ്പലത്ത് ഒരു ഡീ പാരിസ് ഉണ്ട്, ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ഡീ പാരിസിന് ഇപ്പൊ ഓർഡറേ അടിക്കുന്നില്ല. എന്താണ് കാര്യം എന്ന് പറഞ്ഞൂടാ, ഓർഡറേ അടിക്കുന്നില്ല. കുറെ നാളായി ഓർഡർ കിട്ടി. ഇപ്പൊ കൂടുതലും വെള്ളയമ്പലം ആ ഭാഗത്തോട്ടാണ് ഓർഡർ അടിക്കണേ. തിരക്കാന്ന് തോന്നി. എനിക്ക് പൊന്നെ കിടില തിരക്ക് കേട്ടോ, ഒരു രക്ഷയില്ല. അയ്യോ,
ബാക്കിൽ നിന്ന് ഒരു വീസ്ട്രോം പറഞ്ഞു കേട്ടോ. ഇല്ല 250 ആണ് തോന്നുന്നത്. 250 വീസ്ട്രോമിൻ്റെ കേസപ്പെടുന്ന 2.1 കിലോമീറ്റർ ഉണ്ട്, നേരെ വെച്ച് പിടിക്കാൻ കേട്ടോ. അപ്പോൾ വെള്ളയമ്പലത്തെ സാൽവ ഡൈംസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഇപ്പോൾ ഫ്രണ്ടിൽ ഒരു വീസ്ട്രോം പോയി കേട്ടോ, 250 സൂപ്പർ വണ്ടി. പക്ഷേ നമ്മൾ 250 ആണെങ്കിൽ പോലും ഇത് മൾട്ടി പർപ്പസ് അല്ല, ഓഫ് റോഡിന് അത്ര കേപ്പബിൾ അല്ലെന്നാണ് തോന്നണത്. ഓട്ടിക്കാം, പക്ഷെ അത്ര ഇതല്ല. എക്സ്പൾസ് ആണെന്നുണ്ടെങ്കിൽ മൾട്ടി പർപ്പസ് ആണ്, ഓഫ് റോഡ് പോവാം, ടൂറ് പോവാം. ഏകദേശം സാൽവാഡേനെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് റെഡിയല്ല, ക്യാഷ് ഓൺ ഡെലിവറിയാണ്. ചിലപ്പോൾ പണിയിട്ടാൻ ചാൻസ് ഉണ്ട്. 80-70 ഏകദേശം ഐറ്റം എടുത്തിട്ടുണ്ട്. അപ്പം മഞ്ഞ കളറ് പേപ്പർ കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടണം. ഫോക്കസ് ആവില്ല. ഓക്കെ, ഫോക്കസ് ആയി. അപ്പോൾ ഫുഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫുഡ് എന്ന് പറയുന്ന ഐറ്റം എന്ന് പറയുന്നത് സിംഗിൾ ചിക്കൻ ബിരിയാണി വിത്ത് എഗ്ഗാണ്. സിംഗിൾ ചിക്കൻ ബിരിയാണി വിത്ത് എഗ്ഗ്. അപ്പോൾ കൊടുക്കാനുള്ളത് ചൂടാറ്റ് കോട്ട കല്ലുപാലം അങ്ങനെ എന്തോ സ്ഥലമാണ്. ആണ്ടെ ഈ ഒക്കെയാണ് ഇടിച്ചത് കേട്ടോ രാവിലെ. അത് ഏത് സ്ഥലമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെ പേരല്ലേ. ഇവിടുന്ന് 9.2 കിലോമീറ്റർ ഉണ്ട്. ആളിത് പാർക്കിംഗ് നോക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ 9.1 കിലോമീറ്റർ ഉണ്ട്, നേരെ വച്ച് പിടിക്കാം. ആന്തരി GTA ഇപ്പോൾ അവ തോട്ടിക്കിടന്നെ എന്തരല്ലേ കാര്യം തിരക്ക് കേട്ടാ. ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ക്യാമറ ചാർജ് ചെയ്താറായി ചേട്ടാ. ഇവിടെയാണ് കാണിക്കുന്നത്. ഇനി ഒരു 100 മീറ്ററും കൂടെ ഉള്ളൂ. ശരി, ക്യാഷ് ഓൺ ഗൂഗിൾ പേ ആണോ? ശരി. പൈസ 71.25 പൈസ കിട്ടിയ കേട്ടോ. 71 കിട്ടിയുള്ളൂ കേട്ടോ. 10 കിലോമീറ്റർ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. എന്തൊരു കഷ്ടം നോക്കിയാണ്. മറ്റേ ബാഗ് കാണിക്കാൻ പറഞ്ഞത് ഞാൻ രാവിലെ ഒരു സെൽഫി എടുത്ത് വിട്ടതാണ്. ഇവന്മാർ കാണിക്കണം പ്രശ്നങ്ങൾ. രാവിലെ സെൽഫി എടുത്ത് ഐറ്റം എടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയണത് ഇപ്പോൾ നോക്കട്ടെ. ഐറ്റം എന്ന് പറയുന്നത് 3 പീസ് പൊറോട്ട വിത്ത് ബീഫ് കിഴിയാണ് കേട്ടോ. എന്താണ് സംഭവം എന്ന് പറഞ്ഞു കേട്ടോ. ബീഫ് കിഴി എന്നാണ് കൊടുത്തേക്കുന്നത്. ഇരിക്കണമില്ലല്ലോ. അപ്പം എൻ്റെ പേരുള്ള കസ്റ്റമർ കേട്ടോ കൊടുക്കാനുള്ളത്. കറക്റ്റ് നോക്കട്ടെ ഇവിടെ കൊടുക്കും. അപ്പോൾ ഇവിടുന്ന് 1.1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ തെറ്റിയോ എന്നൊരു ഡൗട്ടുണ്ട്. ചെറിയ ഡൗട്ടേ ഉള്ളൂ കേട്ടോ. ലൊക്കേഷൻ ചെറുതായിട്ട് തെറ്റി. ഇതിലാണ് കാണിക്കുന്നത്. നമുക്ക് നേരെ പോവാം. 1.1 കിലോമീറ്റർ ഉള്ളൂ. പെട്ടെന്നുകൊണ്ട് കൊടുത്താൽ പെട്ടെന്ന് അടുത്ത് ഓർഡടി എന്ന് പ്രതീക്ഷിക്കാം. ഉറപ്പൊന്നും പറയാൻ പറ്റൂല. അപ്പം ഞാൻ ഒരു നെയ്ച്ചോറ് വാങ്ങിച്ചേട്ടാ അവിടുന്ന്. അസീസിന്ന് ഒരു നെയ്ച്ചോറ് വാങ്ങിച്ച്. കൊള്ളാമൊന്നും അറിഞ്ഞുകൂടാ, ആദ്യമായിട്ടാണ് അവിടുന്ന് വാങ്ങിക്കണേ. ഊണ് വാങ്ങിക്കാന്നാണ് വിചാരിച്ചത്. പിന്നെ
എന്നും ഊണായോണ്ടേ ഒരു വെറൈറ്റി വേണ്ടേ? വെറൈറ്റി അല്ലേ? വെറൈറ്റി വേണ്ടേ? ബസ് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 23 രൂപ 37 പൈസ കേട്ടോ കിട്ടിയത്. ഗൈസ് അപ്പോൾ സമയം എന്ന് പറയണത് 2:15 കേട്ടോ. അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. ഹത്തീം കഫേയാണ്. ഹത്തീം കഫേ. ചൂടെന്ന് പറഞ്ഞാൽ അന്യായ ചൂട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി 900 മീറ്ററേ ഉള്ളൂ. തൊള്ളായിരമല്ല ഗൈസ്, 500 മീറ്ററേ ഉള്ളൂ. ഹത്തീം കഫേ. ഹത്തീം കഫേ. ഗൈസ് ബൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഗൈസ് അപ്പോൾ എടുത്ത ഐറ്റം എന്ന് പറയുന്നത് ചിക്കൻ ബർഗറും ഡ്രാഗൺ ചിക്കനുമാണ് കേട്ടോ. ഇപ്പോൾ കൊടുക്കാനുള്ള കാട്ടാക്കട. ഇനി ഇവിടുന്ന് U-ടേൺ എടുത്ത് പോകണം. ഭയങ്കര തിരക്ക് കേട്ടോ. വണ്ടിയിൽ ഓർമ്മണ്ടേ, പെട്ടെന്ന് U-ടേണിൽ കയറാൻ പറ്റില്ല. ഗൈസ് അപ്പോൾ U-ടേൺ എടുക്കണം. ഇവിടുന്ന് U-ടേൺ എടുത്താണ് കയറാനുള്ളത്. ഭയങ്കര തിരക്കാണ്. ഓക്കെ, ഇവിടുന്ന് 12 കിലോമീറ്റർ ഉണ്ട് നമുക്ക് കാട്ടാക്കട വരെ. 12 കിലോമീറ്റർ മിക്കവാറും എന്നെ അടിച്ചങ്ങോട്ട് വിടും. ഇത് തന്നെ ലാസ്റ്റ് ഓർഡർ കേട്ടോ. ഇനി വേറെ ഓർഡറൊന്നുമില്ല. ഇത് തന്നെ ലാസ്റ്റ് ഓർഡർ. സെറ്റാണ്. 12 കിലോമീറ്റർ ഉണ്ട് ഇവിടുന്ന്. ലോങ് ഓർഡറാണ്. ഇങ്ങനെയൊക്കെ കിട്ടിയാൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷേ റിട്ടേൺ ഓർഡർ കിട്ടണം. മസ്റ്റായിട്ട് റിട്ടേൺ ഓർഡർ കിട്ടാതെ ഒരു പരിപാടി നടക്കും. റിട്ടേൺ ഓർഡർ മസ്റ്റാണ്. റിട്ടേൺ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നഷ്ടമാണ്. 100, ചിലപ്പോൾ 100, 120 വരെ ചിലപ്പോൾ കിട്ടും. പക്ഷേ റിട്ടേൺ ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് വരാൻ പറ്റില്ല. നമ്മൾ ആ ഒരു ഇതിലങ്ങ് ആയിപ്പോവും. ഓരോരുത്തന്മാർ കയറണം, മര്യാദയ്ക്ക് പോകാനും പറ്റില്ല. എന്ത് കഷ്ടമാണ്. ഇവിടെ പോകുമ്പോൾ പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് അറിയാമോ? നേരെ തമിഴ്നാട് വെച്ച് പിടിച്ചാൽ നല്ല രസമുണ്ടല്ലേ. തമിഴ്നാട് അധിക ദൂരമില്ല കേട്ടോ. കളിയിക്കാവിള, പിന്നെ ബാലരാമപുരം, അങ്ങനെ പോകും. ഗൈസ് അപ്പോൾ നമ്മൾ ഊരൂട്ടമ്പലം എത്തി കേട്ടോ. ഇനി ഇവിടുന്ന് 4.2 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഊരൂട്ടമ്പലം. നല്ല ലോങ് അടിച്ച് വിട്ടേ. റിട്ടേൺ ഓർഡർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ഗൈസ് ഫൈനലി ലൊക്കേഷൻ എത്താറായിട്ടുണ്ട്. ഇനി ഒരു 300-400 മീറ്ററും കൂടെ ഉള്ളൂ കേട്ടോ. കസ്റ്റമർ തിരിച്ചു വരാൻ വേണ്ടി മെസ്സേജ് ഇട്ടേരാ. വിളിച്ചിട്ട് എടുക്കുന്നില്ല. അപ്പോൾ ഇവിടെ അല്ല ലൊക്കേഷൻ, കുറച്ചപ്പുറം അങ്ങ്. ശരി ഗൈസ് അപ്പോൾ 143 രൂപ ചില്ലറ പൈസ ഉണ്ട് കേട്ടോ. ഞാൻ ഇവിടെ സൈഡിൽ കൊടുത്തേക്കാം. അടുത്ത ഓർഡർ അടിച്ചിട്ടില്ല, കാരണം ഞാൻ ഓഫ്ലൈൻ ആയിപ്പോയി. ബാറ്ററി ചാർജ് ചെയ്ത് ഓഫ്ലൈൻ ആയിപ്പോയി കേട്ടോ. അപ്പോൾ 15% ഉണ്ടെങ്കിലേ നമുക്കിനി ഓൺലൈൻ ആവാൻ പറ്റൂ. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാം. റെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് സമയം, ഒരു 15% ആവുന്നവരെ ഇവിടെ റെസ്റ്റ് ചെയ്യും. സമയമുണ്ട്. അപ്പോൾ 2:45 ആയിട്ടുള്ളൂ. ഓരോ ഓർഡറും കൂടെ കിട്ടാനുള്ള സമയമുണ്ട്. എവിടേക്ക് തണലും നോക്കി ഗൈസ് അപ്പോൾ അടുത്ത ഓർഡർ അടിച്ചിട്ടുണ്ട്. അമീഗോ ലിങ്ക് ബേക്കറിയാണ് കേട്ടോ. മേലെ കടമെന്നാണ് കൊടുത്തേക്കണേ. അപ്പോൾ ഇവിടുന്ന് 4.2 കിലോമീറ്റർ ഉണ്ട്. ഞാൻ ഒരെണ്ണമെങ്കിലും കിട്ടണമെങ്കിൽ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ലാസ്റ്റ് ഓർഡർ കേട്ടോ. ഗൈസ് ഫുഡ് റെഡിയായി. 95-33 ബൈ 9533. ഗൈസ് ഹൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ കാട്ടാക്കട നിന്ന് എന്നെയാണ് ഇങ്ങനെ അടിച്ചു വിട്ട കേട്ടോ.
അയ്യോ സ്കാനർ ഗൈസ് ഐറ്റം കൊടുത്തിട്ടുണ്ട്. ഐറ്റം എന്ന് പറയുന്നത് അൽഫാമാണ് കേട്ടോ. കൊടുക്കാനുള്ള കരുതൻ കൂടാ അങ്ങനെ എന്തോ ഒരു സ്ഥലത്താണ് കൊടുക്കാനുള്ളത്. ഏയാടോ ഗൈസ്. അപ്പോൾ നമ്മൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ ബോർഡ് നോക്കട്ടെ, ബോർഡ് നോക്കിയിട്ടേ പറയാം. ആയൂർ കോണം എത്തി, ആയൂർ കോണം. അപ്പോൾ അങ്ങനെ നമ്മൾ കരിഞ്ചാൽ എത്തി കേട്ടോ. കരിഞ്ചാലാണ് കൊടുക്കാനുള്ളത്. ഇനി ഇവിടുന്ന് 750 മീറ്റർ ഉള്ളൂ. കരിഞ്ചാൽ കാട്ടക്കടയാണ് കേട്ടോ. കരിഞ്ചാൽ ഏകദേശം ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം 118 രൂപ 23. ഏകദേശം അപ്പോൾ ഷിഫ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. ഗൈസ് അപ്പം കഴിഞ്ഞ ദിവസം നമുക്ക് സൊമാറ്റോയിൽ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 7 ഓവർ കംപ്ലീറ്റ് ചെയ്ത് കേട്ടോ. 11 to 3 മണി വരെയാണ് വർക്ക് ചെയ്തത്. അപ്പോൾ ടോട്ടൽ കിട്ടിയ എമൗണ്ട് എന്ന് പറയുന്നത് 522 രൂപ 92 പൈസയാണ് ടോട്ടൽ കിട്ടിയത്. 7 ഓവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് 2 ഓവർ ലോങ് ആയിരുന്നു. ഒന്ന് കാട്ടാക്കടയും ഒന്ന് ഒരു സ്ഥലത്തിൻ്റെ പേര് മറന്നു കേട്ടോ. ഇത് ലോങ് ആയിരുന്നു. ഒരെണ്ണം 10 കിലോമീറ്ററും ഒരെണ്ണം 12 കിലോമീറ്ററും ഉണ്ടായിരുന്നു. ഇന്നലെ നമുക്ക് ഇൻസെൻറ്റീവ് ഇല്ലായിരുന്നു. 11 to ഉച്ചയ്ക്കുള്ള ഇൻസെൻറ്റീവ് ഇല്ലായിരുന്നു. ഒറ്റ ഒരു ഇൻസെൻറ്റീവ് മാത്രമേ ഉള്ളുമായിരുന്നു. 27 ഓവറിന് 583 രൂപ മാത്രമേ ഉള്ളുമായിരുന്നു. അപ്പോൾ അത് നമുക്ക് കിട്ടിയില്ല. ഇന്നലെ നമുക്ക് ടോട്ടൽ കിട്ടിയത് 705 രൂപയാണ് കേട്ടോ. 705 ടോട്ടൽ കിട്ടിയത് രാവിലോട്ട് കിട്ടിയത്. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം, വീഡിയോയുടെ സൈഡിൽ ഞാൻ കൊടുത്തേക്കാം. അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. ബൈ. ഓക്കെ.